എന്തുകൊണ്ടാണ് ക്രിസ്തീയ ഗോളത്തിലെ ഏകദൈവ വിശ്വാസികൾ ഒരു നൂറ്റാണ്ടിൽ പോലും സർവൈവ് ചെയ്യാതെ വന്നതെന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. പിന്നെ എനിക്കെതിരെ ഈ ആക്രമണം കാണുമ്പോൾ എനിക്ക് അതിന്റെ ഉത്തരവാണ് ശരിക്കും പറഞ്ഞാൽ കിട്ടുന്നത്. ഒരു അധികാരവും കയ്യിലില്ലാതെ എന്നെ ഒന്ന് തൊടാനുള്ള കെൽപ്പ് പോലും ഇല്ലാഞ്ഞിട്ട് ഇവർക്ക് എന്നോട് ഇത്രയും വിദ്വേഷവും എന്നോട് ഇത്ര ഉണ്ടെങ്കിൽ, ഒരു ചക്രവർത്തിയും കയ്യിലുണ്ട്, സകല അധികാരം കയ്യിലുണ്ട്, വിചാരിക്കുന്നവരെ കൊല്ലാനുള്ള അവകാശം കൂടെ അധികാരം കൂടെ കയ്യിലുണ്ടായിരുന്നെങ്കിലും ഇവന്മാരെന്നേക്ക് എപ്പോഴേ കൊന്നേനെ. ഇതുപോലെ കൊന്നു തള്ളിയത് ഓരോ ഏകദൈവ വിശ്വാസികളെയും. അതാണ് ഒരിക്കലും ഏകദൈവ വിശ്വാസം ക്രിസ്തീയ വളർത്ത് പ്രബലമാകാതിരുന്നേ. ഇപ്പൊ കാണുന്നുണ്ടല്ലോ, ഇവർക്ക് കൊല്ലാനുള്ള അധികാരം ഉണ്ടായിരുന്നെങ്കിൽ എന്നെ എപ്പോഴേ തട്ടിയേനെ. അപ്പോഴത്തേക്ക് ഏകദൈവ വിശ്വാസം പോയി. കുറച്ച് മുമ്പിലിരിക്കുന്ന കുറച്ച് ആളുകൾ തട്ടുമ്പോഴേക്കും അത് സപ്രസായി. പിന്നെ പറഞ്ഞ് ഫലിപ്പിക്കാനുള്ള ആളില്ല, കഴിഞ്ഞു. പിന്നെ അടുത്ത തലമുറ ആരെങ്കിലും അതിനെ വീണം. ഇവരൊക്കെ ഇതിനൊക്കെ ദൈവസന്നിധിയിൽ നിന്ന് കണക്ക് പറയേണ്ടി വരും. ആ ഒരു ദിവസം ഡെഫിനറ്റ് ആയിട്ടുണ്ടാവും. പിന്നെ എനിക്ക് ഏറ്റവും വലിയ സന്തോഷമൊന്നുമല്ല. കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയും പോപ്പും എതിര് പറയുന്നവരെ തലവെട്ടിക്കളയുന്ന പ്രകൃതമായിരുന്നു. അതുകൊണ്ടാണ് സബീലിൻ അടക്കമുള്ളവർ നശിപ്പിക്കപ്പെട്ടത്. സത്യം പറയുന്നവർ എന്നും നശിപ്പിക്കപ്പെട്ടിട്ടേ ഉള്ളൂ. അപ്പോ